വേണ്ട പോകരുതേ, നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. ഓ പൂമണ്ഡപം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 44 സങ്കീർത്തനം അതിൻ്റെ 20 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യദൈവത്തിങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതെ ഇരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. കർത്താവേ, ഉണരണമേ, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേൽക്കണമേ, ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ. നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നതും എന്ത്? ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ വയർ ഭൂമിയോട് പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ, നിന്റെ ദയാനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഈ വീഴ്ചകളും ഈ നിന്ദയും ഈ കഷ്ടപ്പാടുകളും ഒക്കെ കടന്നു വരുമ്പോഴും വിളിച്ചു വേദരിച്ച ദൈവത്തിൻ്റെ സന്നിധി എവിടെ നിന്ന് വിളിച്ചെന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ, താണ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നുമാണ് നമ്മളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ കഷ്ടതകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും നിന്നയും പരിഹാസവും ഒക്കെ ഏറെ വന്നു. പൂർവ്വപിതാക്കന്മാർ നടത്തിയ വിധങ്ങളെയൊക്കെ പറഞ്ഞു കേട്ടുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ അന്നും പറയുന്നു, ഇന്നും പറയുന്നു, ഇനി വരും തലമുറകളും പറയും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളെ കടന്നു വരുമ്പോൾ, ദൈവമക്കളെ, പലയിടത്തും പലരും തെറ്റിപ്പോകുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, ഇവിടെ പറയുന്നുണ്ട് 17-ാം വാക്യം, ഇതൊക്കെ ഞങ്ങൾക്ക് ഭവിച്ചു, ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല, നിന്റെ നിയമത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 20-ാം വാക്യം പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യദൈവത്തിങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? ഹല്ലേലൂയ. ആരൊക്കെ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ എൻ്റെ ദൈവം, ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം എന്നെ ശോധന ചെയ്യാതിരിക്കുമോ? ഈ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, പ്രത്യാശയുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ ദൈവമക്കളെ. പുറത്ത് കേൾക്കുന്നതിനേക്കാൾ, അങ്ങോട്ട് കാത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ സങ്കടം അറിയുന്നൊരു ദൈവം, നമ്മളെ വീണ്ടെടുക്കുന്ന ദൈവം, നമ്മുടെ രക്ഷകൻ. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾക്ക് വേണ്ടി കണ്ണു തുറന്ന് കാത്തിരിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ സങ്കടങ്ങളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാൽ അതാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹം. നമുക്ക് അവരെ നോക്കി ഇവരെ നോക്കി നമ്മൾ വീണു പോകല്ലേ. വീണു പോയാൽ ദൈവമക്കളെ, വീഴുന്ന അത്ര എളുപ്പത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് വരുവാൻ സാധിച്ചെന്ന് വരികയില്ല. സ്തോത്രം. ആകയാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ആ വചനത്തെ കൂടെ ഈ സമയത്ത് ഓർക്കുന്നു. 21-ാം വാക്യം, ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. അതേ, സത്യമല്ല ദൈവമക്കളെ. ഒന്ന് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടോ? ഈ കർത്താവിനെ ഒന്ന് മനസ്സുകൊണ്ട് ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവും. പക്ഷേ ആരെയൊക്കെ ഭയപ്പെടേണ്ടതായിട്ട് വരുന്നു. ചിലപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്നു. നമുക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിക്കണം, വിളിച്ചപേക്ഷിച്ചാൽ രക്ഷപ്പെടും. വിളിച്ചപേക്ഷിച്ചവരായിരിക്കാം ചിലപ്പോൾ ചില നിർബന്ധങ്ങൾക്കും ചില തീരുമാനങ്ങൾക്കും ചില വ്യവസ്ഥകൾക്ക് മുമ്പിൽ ഒക്കെ മറക്കേണ്ടതായിട്ട് വരുന്നു, മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഈ ദൈവം കേൾക്കുന്നവനാകയാൽ ദൈവത്തിന് സ്തോത്രം. 22-ാം വാക്യം, നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന വചനം. ഇതൊന്നും കണക്ക് പറഞ്ഞ് നമ്മൾ പ്രതികാരം വീട്ടാൻ പോകേണ്ട ദൈവമക്കളെ. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ദൈവം ജീവിക്കുന്നല്ലോ. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമല്ലേ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമല്ലേ. 23-ാം വാക്യം, കർത്താവേ, ഉണരണമേ, നീ ഉറങ്ങുന്നതെന്ത്? ആത്മാവിൽ നിറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുവാൻ, കരങ്ങളടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, സഭയുടെ നടുവിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് സാക്ഷീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് സകല തടസ്സങ്ങളും ദൈവം മാറ്റി തന്നുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നവർക്ക് ആമേൻ. കർത്താവ് വഴി തുറന്നു കൊടുക്കും. ദൈവമക്കളെ, കർത്താവെ, ഉണരണമേ, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേൽക്കണമേ, ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ. നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നതും എന്ത്?
ഒരുപാട് കഷ്ടവും പീഡയും അനുഭവിക്കുകയാണ്. ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, തളർന്നു പോകാതെ വിശ്വാസത്തിൽ ബലപ്പെട്ട് തന്നെ നിൽക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ. നിന്റെ ദയാനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവമക്കളെ, ക്ഷാമം ഏറി വരുന്നതായിട്ടുള്ള സമയം അടുത്ത് വരിക. അപ്പോഴും ഒറ്റിപ്പുലർത്തുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഏലിയ പ്രവാചകന് ദൈവമക്കളെ ക്ഷാമകാലത്തിൽ വളരെ അത്ഭുതകരമായിട്ട് പോറ്റിപ്പുലർത്തിയ ദൈവം, പൂർവ്വപിതാക്കന്മാരെ നടത്തിയ ദൈവത്തിൻ്റെ മഹത്വം കാണാനും കേൾക്കാനും ഇനിയുള്ള നാളുകൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. സ്തോത്രം ചെയ്യുക. ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കെല്ലാവർക്കും ദൈവത്തെ അത്ഭുതകരമാവണ്ണം ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഏതെല്ലാം കഷ്ടതകളും കണ്ണുനീരും മുന്നിൽ കടന്നു വരുമ്പോഴും അവയെ കണ്ടു തളരാതെ അതിന്മേൽ ദൈവം പ്രവർത്തിക്കുന്നൊരു വിശ്വാസത്തോടെ സകലവും കർത്താവിനെ സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്നയും പരിഹാസവും കർത്താവെ ഒരുപാട് സഹിച്ച് മാനസികമായ ഭാരങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സ് തുറന്നൊന്ന് പാടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന, നാളുകളായി പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി അടിയനും പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ആ ജീവജല നദി ഒഴുകുമല്ലപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പൊന്നു കർത്താവേ, നിന്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യണേ. ഏറെ സങ്കടങ്ങളും വേദനകളുടെയൊക്കെ നടുവിലൂടെ കടന്നു പോകുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. അവിടുന്ന് കര നീട്ടണമേ. ദൈവത്തിൻ്റെ കര ഒന്ന് നിന്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ തൊട്ടനുഗ്രഹിക്കണമേ. യഹോവ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് സാക്ഷി പറയാൻ ദൈവം സഹായിക്കണമേ. മനസ്സിനെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളും വേദനകളും കർത്താവ് എടുത്ത് മാറ്റിക്കൊണ്ട് അനുഭവിക്കുന്ന ഈ വ്യാധി നിന്റെ മക്കളെ മേൽ നിന്നത് വിട്ടുമാറി സമാധാനത്തോടെ ദൈവത്തെ സ്തുതിക്കേണ്ടതിന് കർത്താവേ, ഈ ശരീരത്തിൽ മേലെ ബാധിച്ചിരിക്കുന്ന രോഗബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റണമേ. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യം കൊടുക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ അവിടുന്ന് വിടുതൽ കൊടുക്കണമേ. സകല മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കണേ. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.